തൊണ്ണൂറുകളിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മുഴുവൻ പാട്ടുകളെക്കുറിച്ചോ പൂർണ്ണമായ ഒരു ധാരണയില്ലെങ്കിലും എന്റെ തലമുറയിലെ പല ആളുകൾക്കും പോപ്പ് മ്യൂസിക്, ബ്രേക്ക് ഡാൻസ് മുതലായ പരിപാടികളിലേക്കുള്ള ഒരു വാതിൽ തുറന്നത്, ഇങ്ങനെ പലതും ഉണ്ട് എന്ന് ഞങ്ങളിൽ പലരും അറിഞ്ഞത് മൈക്കൽ ജാക്സൺ എന്ന ആ ഒരു പേരിലൂടെയായിരുന്നു. ഏതെങ്കിലും ഒരു വേദിയിൽ ആരെങ്കിലും മൈക്കൽ ജാക്സന്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്ന് നിന്നാൽ ആ കലാകാരന്റെ സിഗ്നേച്ചർ മൂവുകൾ കാണാൻ വേണ്ടി എല്ലാവരും മുഴുവൻ ശ്രദ്ധയോടെ ആ പെർഫോമൻസ് കാണുമായിരുന്നു. ഇന്റർനെറ്റിന് മുന്നേ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സെൻസേഷനായ ആ ഒരു കലാകാരനെ കുറിച്ച് ഒരു സിനിമ വരുന്നു എന്നത് തന്നെ വളരെ വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസാന നാളുകൾ ഒരുപാട് വിവാദങ്ങളിൽ മുങ്ങിയ ഒന്നായതുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ആ കഥാപാത്രത്തെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ജോൺ ലോഗൻ രചനയും ആന്റോൺ ഫുക്വ സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ സിനിമ മൈക്കൽ ജാക്സൺ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള എപ്പിസോഡ് മാത്രം തിരഞ്ഞെടുത്ത് അതിനെയും പോളിഷ് ചെയ്ത് അവതരിപ്പിക്കാൻ നോക്കുന്ന ഒരു സിനിമയായിട്ട് ഒതുങ്ങുകയാണ്. 1966 ജോസഫ് ജാക്സൺ തന്റെ 5 ആൺമക്കളെ ചേർത്തുകൊണ്ട് ഒരു ബാൻഡിന് രൂപം കൊടുക്കുകയാണ്. ജാക്സൺ 5 എന്നാണ് ആ ബാൻഡിന്റെ പേര്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പിതാവായിരുന്നു ജോസഫ്. തുടക്കകാലത്ത് തന്നെ മൈക്കിളിന് ആ കാലഘട്ടത്തിലെ പ്രശസ്തരായ സംഗീതജ്ഞരിൽ നിന്ന് അപ്രീസിയേഷനുകൾ ലഭിച്ചിരുന്നു. അച്ഛന്റെ കൺട്രോളിൽ നിന്ന് സ്വന്തമായിട്ടൊരു മ്യൂസിക്കൽ ജേർണിയിലേക്കുള്ള മൈക്കിളിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മൈക്കൽ ജാക്സൺ. അച്ഛന്റെ ബാൻഡിനൊപ്പമുള്ള പ്രശസ്തിയിലേക്കുള്ള യാത്ര, പിന്നീട് ജാക്സൺ 5 എന്ന ബാൻഡിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചത്, സോളോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രൈം ഇയേഴ്സ്, അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ, കരിയറിന്റെ അവസാനത്തേക്ക് ലൈംഗികാതിക്രമം നടത്തിയതായിട്ടുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളാൽ പുള്ളിയുടെ ജീവിതം എന്നും സംഭവബഹുലമായിരുന്നു. പൊതുവെ പുറത്തു വരാറുള്ള ബയോപിക്കുകളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പം പിടിച്ച ഇമേജുള്ള ആളുകളെയും സമൂഹം അവരെ തെറ്റിദ്ധരിച്ചതാണ് എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ അത്തരം സിനിമകൾ ശ്രമിക്കാറുണ്ട്. മൈക്കൽ ജാക്സൺ തന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പല ചാലഞ്ചുകളിൽ ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ മറികടന്ന ചാലഞ്ചിനെ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ക്ലീഷേകൾ നിറഞ്ഞ കഥാപാത്രത്തെ വളരെ എവിഡന്റ് ആയിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ജോൺ ലോഗൻ ഈ സിനിമ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റേജ് ചെയ്ത കൺസേർട്ട് മൂവി പോലെയാണ് മൈക്കിൾ. അതിൽ അദ്ദേഹത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള പല ക്രിയേഷനുകളുടെയും ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മൈക്കിളും അയാളുടെ അച്ഛനായിട്ടുള്ള ജോസഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സിനിമയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ആക്കി ചൂസ് ചെയ്തു എന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇതിന്റെ മേക്കേഴ്സിന്റെ ധൈര്യമില്ലായ്മയെ പുറത്തു കാണിക്കുന്നത്. സക്സസ് എന്നതിന്റെ പാരമ്യതയിൽ എത്തിയതിനു ശേഷം മൈക്കൽ ജാക്സൺ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നത് ഈ സിനിമയിലില്ല. ഒരു സംവിധായകൻ ഒരാളുടെ ബയോപിക് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗം ചൂസ് ചെയ്യണം എന്നത് തീർച്ചയായിട്ടും സംവിധായകന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ ഇവർ ചൂസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് പോലും മൈക്കൽ ജാക്സനെ നിഷ്കളങ്കനും നിസ്വാർത്ഥനുമായിട്ട് പ്രൊജക്ട് ചെയ്യാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ മൈക്കിൾ വിസിറ്റ് നടത്തുന്നതിന്റെ രംഗങ്ങൾ ഒന്നിലധികം തവണ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ത്രില്ലർ അടക്കമുള്ള മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യുന്നവരോട് ഷോട്ട് എങ്ങനെ വെക്കണം എന്ന് മൈക്കിൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്യാങ് വാറുകളിലൂടെ പരസ്പരം കൊല്ലുന്ന കറുത്ത വർഗ്ഗക്കാരെ യുണൈറ്റ് ചെയ്യിക്കുന്ന വ്യക്തിയായിട്ട് മൈക്കിളിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ജോൺ ബ്രാങ്ക എന്ന വ്യക്തിയെ മൈക്കിൾ എങ്ങനെയാണ് സ്വന്തം മാനേജറായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ സീനും ഈ പടത്തിലുണ്ട്. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജോൺ ബ്രാങ്ക ഈ പടത്തിന്റെ നിർമ്മാതാവാണ്. ഞാൻ മേൽപ്പറഞ്ഞ രംഗങ്ങളുടെ എല്ലാം എഴുത്തു നോക്കിക്കഴിഞ്ഞാൽ സമൂഹം തെറ്റിദ്ധരിച്ച ഒരു മഹാനായിരുന്നു മൈക്കൽ ജാക്സൺ എന്ന് യാതൊരു ഡെപ്തും ഇല്ലാതെ പറയുന്ന ഒരു കോർപ്പറേറ്റ് ഫിലിമിന്റെ നിലവാരത്തിലേക്ക് ഈ സിനിമയുടെ ക്രാഫ്റ്റ് പോകുന്നുണ്ട്. മൈക്കൽ ജാക്സൺ ആയിട്ട് അഭിനയിച്ച കലാകാരന്മാരുടെ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ജൂലിയാനോ ക്രൂവാൽഡി ആണ് മൈക്കൽ ജാക്സന്റെ കുട്ടിക്കാലം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ആ പ്രായത്തിലുള്ള ആ കഥാപാത്രത്തിന്റെ നിഷ്കളങ്കതയുള്ള എനർജി വളരെ ഗംഭീരമായിട്ട് തന്നെ ആ പയ്യൻ പെർഫോം ചെയ്തിട്ടുണ്ട്. മൈക്കൽ ജാക്സന്റെ സഹോദരന്റെ പുത്രനായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ് ഇതിൽ മൈക്കൽ ജാക്സൺ ആയിട്ട് വന്നിട്ടുള്ളത്. മൈക്കിളിന്റെ ബോഡി ലാംഗ്വേജ് ഗംഭീരമായിട്ട് തന്നെ ജാഫർ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. മൈക്കിളായിട്ട് മാറാൻ വേണ്ടിയിട്ട് വോയിസിൽ കൊടുത്തിട്ടുള്ള മോഡുലേഷൻ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് പോലെ ആവാതിരിക്കാനും ജാഫർ ശ്രദ്ധിക്കുന്നുണ്ട്. എഴുത്തിന് കൊണ്ടുവരാൻ പറ്റാത്ത ചില ന്യൂവാൻസസുകൾ ജോസഫ് ജാക്സൺ ആയിട്ടുള്ള തന്റെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ കോൾമാൻ ഡൊമിംഗോയ്ക്ക് സാധിക്കുന്നുണ്ട്. നിയ ലോങ് ആണ് മൈക്കൽ ജാക്സന്റെ അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. മൈൽസ് ടെല്ലർ ആണ് നേരത്തെ പറഞ്ഞ ജോൺ ബ്രാങ്ക എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ വർഷത്തെ ഓരോ ചാപ്റ്ററുകളാക്കിയിട്ട് അവതരിപ്പിക്കുന്ന നെറേറ്റീവ് സ്റ്റൈലാണ് ഇതിന് ഒരു കൺസേർട്ട് മൂവി ഫീൽ കൊടുക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വെറും ഡോക്യുമെന്റേഷൻ മാത്രം നടത്തിയിട്ടുള്ള ഈ സ്ക്രിപ്റ്റ് വലിയ ബോറല്ലാതെ നമുക്ക് തോന്നാൻ കാരണം. ഒരു പാട്ടുണ്ടാക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സിനെ ഇന്റർകട്ടുകൾ ഉപയോഗിച്ചിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സ്ക്രാച്ച് ലെവലിൽ കേൾക്കുന്ന പാട്ടും ഫൈനൽ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്ന സൗണ്ട് ഡിസൈനും ഈ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കി
ഉണ്ടാക്കി തരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി ആ ഒരു കാലത്തെ വിഷ്വൽ ടെക്സ്ചർ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പല ഐക്കോണിക് ആയിട്ടുള്ള മൈക്കിൾ ജാക്സൺ മൊമെന്റുകളും ഈ പടം റീക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വിഷ്വൽ ലാംഗ്വേജ് സിനിമയുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. സാങ്കേതികമായിട്ടുള്ള മേന്മയും ജാഫർ ജാക്സന്റെ പെർഫോമൻസും ബോറടി ഇല്ലാത്ത ഒരു സിനിമയാക്കിയിട്ട് മൈക്കിൾ എന്ന പടത്തെ മാറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ മനുഷ്യനെ പറ്റി അറിയുന്ന ബുള്ളറ്റ് പോയിന്റുകളുടെ ഉള്ളിലേക്ക് പോകാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ മൈക്കിൾ ജാക്സന്റെ കടുത്ത ആരാധകനാണെങ്കിൽ അദ്ദേഹത്തോട് ആളുകൾക്കുണ്ടായിരുന്ന ആരാധന ഈ സിനിമ കാണിക്കുന്ന മൊമെന്റുകളും പിന്നെ പല ക്ലാസിക് മൊമെന്റുകളും ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യുന്നതുമൊക്കെ നിങ്ങളെ തൃപ്തരാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സംഭവബഹുലമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യന്റെ എല്ലാ ഷെയ്ഡുകളും കാണിക്കുന്ന ഒരു നിലവാരമുള്ള ബയോപിക് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ പടം കാണാൻ പോകുന്നതെങ്കിൽ ആ ഒരു പ്രതീക്ഷ നിങ്ങളെ നിരാശപ്പെടുത്തും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്